തിരികെ എത്താം. ഡോക്ടർ മോഹൻ റോയ്, പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അത് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ചർച്ചയുടെ തുടക്കം തൊട്ടേ കയറുന്നതിന് മുന്നേ ചോദിച്ചത്. ഇതൊരു സൈക്കോ കില്ലർ എന്നുള്ള ഒരു ലേബൽ വരുമ്പോൾ ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞ അടക്കമുണ്ട്. ഈ 2006 തൊട്ട് 2024 വരെ പലതവണ ഉയർന്ന കേസുകളിലൊക്കെ പോലീസ് ഇടപെട്ട രീതി, ചില പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ, കറപ്റ്റഡ് ആയിട്ടുള്ളവർ, പണം വാങ്ങിച്ചിട്ടുള്ളവർ, ഇത് മുഴുവൻ അങ്ങനെ ഒരു അട്ടിമറിയും നടന്നിട്ടില്ല പോലീസിൻ്റെ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ പോലും ഇപ്പോൾ ശ്രീ ടി.ആർ. ഹരിദാസ് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇയാൾ മറ്റ് പലരും ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഒറ്റയ്ക്ക് ഒരാൾക്ക് ഇത് ചെയ്യാൻ കഴിയുന്ന കാര്യമുള്ളൂ. എന്ത് സൈക്കോ കില്ലറാണെങ്കിലും ഈ രീതിയിൽ ഒരു സ്ത്രീയെ കൊന്ന് കത്തിച്ച് അത് കുഴിച്ചിട്ട് ഒരു സഹായമില്ലാതെ, അത് ഒരെണ്ണമാണെങ്കിൽ പോട്ടെ, നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക, വളരെ പ്ലാൻഡായിട്ട് ഈ തെളിവുകൾ മറയ്ക്കാനും അത് മായ്ച്ചു കളയാനും ഒക്കെ കഴിയുന്നത് ഒറ്റയ്ക്ക് ഒരാൾക്കൊണ്ട് സാധിക്കുമോ? പൊതുവേ നമ്മൾ ഈ സീരിയൽ കില്ലർ, സൈക്കോ കില്ലർ എന്ന് പറയുമ്പോൾ സീരിയൽ കില്ലിംഗ് എന്നുള്ള ഒരു ഡെഫിനിഷൻ തന്നെ യഥാർത്ഥത്തിലുണ്ട്. ഇത് അമേരിക്കയിലാണ് ഈ ഒരു കോൺസെപ്റ്റ് വരുന്നത്. അപ്പം FBI ഒക്കെ പറയുന്നത് ചില ഡെഫിനേഷനിൽ അത് 2ആണ്, ചിലതിൽ 3ആണ്. 3 പേരെ കൊല്ലുന്നത്, അതൊരു 1 മാസത്തെ ഇടവേളകളിൽ വെച്ച് ഒരു കൂളിംഗ് ഓഫ് പീരീഡൊക്കെ വെച്ച് ആൾക്കാരെ കൊല്ലുന്നതാണ്. ഈ സീരിയൽ കില്ലേഴ്സ് പല രീതിയിലുണ്ട്. ഇപ്പോൾ ചിലവർ ഇപ്പോൾ ഒരു ദർശനം ലഭിച്ചതിൻ്റെ ഭാഗമായി ഇപ്പോൾ ദൈവം കൊല്ലാൻ പറഞ്ഞു, ചെകുത്താൻ കൊല്ലാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അത്തരം ആൾക്കാർ കൊല്ലുന്നത്. 2, അവരുടെ ഒരു ജീവിത നിയോഗം ആണിതെന്ന് വിചാരിക്കും. അപ്പോൾ ചില പ്രത്യേക കാറ്റഗറി ആൾക്കാരെ, ഉദാഹരണം ലൈംഗിക തൊഴിലാളിയൊക്കെ കൊല്ലുന്ന ചില സീരിയൽ കില്ലേഴ്സ് ഉണ്ട്. പിന്നെ ഒരു സുഖത്തിന് വേണ്ടി കൊല്ലുന്ന ചില ആൾക്കാർ. ഇത് പലതരത്തിലുള്ള ഒരു സുഖത്തിന് വേണ്ടിയാണ്. ചിലൊരു ലൈംഗികമായ സുഖത്തിന് വേണ്ടി. ചിലപ്പോൾ ചില സീരിയൽ കില്ലേഴ്സിൻ്റെയൊക്കെ അവർ അവസാനം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ഈ ആൾക്കാരെ കൊല്ലുമ്പോൾ അവർക്ക് രതിമൂർച്ച സംഭവിക്കുന്നതായിട്ടൊക്കെയുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. പിന്നെ ഇവർക്കൊരു സന്തോഷം കിട്ടുന്ന രീതിയിൽ കൊല്ലുന്ന ആൾക്കാർ. പിന്നെ അധികാരമോ നിയന്ത്രണമോ എടുക്കാൻ വേണ്ടി, ഇപ്പോൾ അവരും ലൈംഗികമായ ആൾക്കാരെ ഉപദ്രവിക്കുമെങ്കിലും അത് ഇരയുടെ പുറത്തുള്ളൊരു ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റോബർട്ട് സൈമൺ എന്ന് പറയുന്ന ഒരാളുടെ അമേരിക്കയിലെ ജയിലുകളിലുള്ള കുറ്റവാളികളുടെ, സീരിയൽ കില്ലേഴ്സിൻ്റെ ഒക്കെ മനോനില വിശകലനം നടത്തിയുള്ള റോബർട്ട് സൈമൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു പുസ്തകമുണ്ട്. അദ്ദേഹം ഡോക്ടറാണ്, സൈക്യാട്രിസ്റ്റാണ്, ഫോറൻസിക് സൈക്യാട്രിസ്റ്റാണ്. അതിൻ്റെ ടൈറ്റിൽ തന്നെ ഇങ്ങനെ, ബാഡ് മെൻ ഡു വാട്ട് ഗുഡ് മെൻ ഡ്രീം എന്ന. ആ പുസ്തകത്തിൽ വളരെ വ്യക്തമായി അദ്ദേഹത്തിലുള്ള ആൾക്കാരുടെ പാറ്റേണുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഈ കാണുന്നത്, ഇപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു 51ാമത്തെ വയസ്സ് തൊട്ടാണ് ഇദ്ദേഹം ഈ ഒരു ആൾക്കാരെ കൊല്ലുന്നത് തുടങ്ങിയിരിക്കുന്നതെന്നാണ് പോലീസിൻ്റെ ഇപ്പോൾ പറയുന്ന റിപ്പോർട്ട്. പക്ഷേ ഇപ്പോൾ നമ്മുടെ അവിടെ അടുത്തുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് പറയുന്നതനുസരിച്ച് ഒരു വാഹനവുമായി ബന്ധപ്പെട്ട് ഒരു വാഹന ഉടമ ആത്മഹത്യ ചെയ്തതിന് ശേഷം, ആത്മഹത്യ എന്നാണ് പറയുന്നത്, ഇദ്ദേഹത്തിന് വണ്ടി ലഭിച്ചതായിട്ടൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു വ്യക്തി യഥാർത്ഥത്തിൽ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഒരു 51 വയസ്സ് വരെ ഒരു പ്രശ്നവുമില്ലായിരുന്ന ഒരാൾ 51ാം വയസ്സിലൊരു സുപ്രഭാതത്തിൽ കയറി ഒരു സീരിയൽ കില്ലർ ആകുമെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും സാധാരണ സംഭവിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ മുൻകാലം പരിശോധിക്കേണ്ടത്. മുൻകാലത്തെക്കുറിച്ച് അദ്ദേഹം ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഈ 17 വയസ്സായപ്പോൾ തന്നെ ചോറിൽ വിഷം കലർത്തിയിരുന്നു. അത് ഭാഗ്യവശാൽ കുറച്ച് പേർ രക്ഷപ്പെടുന്നത്. അവിടെ ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ അമർജിത് സദ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ഈ അമർജിത് സദ യഥാർത്ഥത്തിൽ ഇപ്പോഴും, അമർജിത് സദ ചിലപ്പോൾ ഇപ്പോൾ തിരുവനന്തപുരത്തുണ്ടായിരിക്കും, നമുക്കറിയില്ല. അമർജിത് സദ 2007 7 വയസ്സിൽ ആദ്യമായി ഒരു കുഞ്ഞിനെ കൊന്ന വ്യക്തിയെന്ന് പറയാൻ പറ്റില്ല. അയക്കുന്ന 7 വയസ്സേ പ്രായമുള്ളൂ. അതിനുശേഷം തുടർന്ന് 2-3 വർഷങ്ങൾ കൊണ്ട് 3 പേരെ കൊല്ലുകയും അദ്ദേഹത്തെ മനോനില പരിശോധിക്കാൻ വേണ്ടി, അദ്ദേഹം ഇപ്പോൾ 18 വയസ്സിൽ താഴെയായിരുന്നപ്പോൾ മനോനില പരിശോധിക്കുകയും അന്ന് ഇദ്ദേഹത്തിനൊരു സ്വഭാവ വൈകല്യം, കോണ്ടക്ട് ഡിസോർഡർ എന്ന ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കുകയും അതുകൊണ്ട് തന്നെ കുറഞ്ഞ ശിക്ഷ എന്ന കാലയളവിലേക്ക് പോവുകയും 18 വയസ്സ് അതിനുശേഷം ആ കാലാവധിക്ക് ശേഷം അദ്ദേഹത്തെ മോചിപ്പിക്കുകയും ഇന്ത്യയിൽ എവിടെയോ, ചിലപ്പോൾ ഈ നഗരത്തിൽ തന്നെ ഈ അമർജിത് സദ എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്, നമ്മുടെ ഇടയിലുണ്ട്. നമ്മുടെ ഇടയിലുള്ള ഇവരെ നമ്മൾ തിരിച്ചറിയാൻ പരാജയപ്പെടുന്നു, തിരിച്ചറിയാൻ വൈകുന്നു. ഇപ്പോൾ ഇതിൽ ഇദ്ദേഹം നടത്തിയെന്ന് പറയപ്പെടുന്ന 3 കുറ്റകൃത്യങ്ങളുടെ ഒരു പാറ്റേൺ വളരെ വ്യക്തമാണ്. ദൗർബല്യമായ അവസ്ഥയിൽ ജീവിക്കുന്ന, അവർക്ക് പണക്കാരായിരുന്നു, അവർക്ക് മറ്റ് ബന്ധുക്കളൊന്നുമില്ല. നോക്കൂ, ഒരാളുടെ കാര്യത്തിലാണെങ്കിൽ 2006 സംഭവിച്ച മിസ്സിംഗ് ആയ ഒരാളുടെ ഒരു കേസ് പോലും വരുന്നത് 10 വർഷത്തിന് ശേഷം. പക്ഷേ നമ്മുടെ സംവിധാനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, നോക്കൂ, ഒരു സിസ്റ്റത്തിൽ നിന്നും ഒരു വ്യക്തി അങ്ങ് അപ്രത്യക്ഷനായി കഴിഞ്ഞാൽ പിന്നെ അയാളെക്കുറിച്ച് എന്ത് പരിശോധനയാണ് നമ്മുടെ സംവിധാനങ്ങൾ നടത്തേണ്ടതെന്ന്, അത് ജോർജ് ജോസഫ് സാറ് പറഞ്ഞ പോലെ മറ്റെന്തെങ്കിലും സ്വാധീനങ്ങൾ അതിൻ്റെ പുറത്തുണ്ടായിരുന്നതൊക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യേണ്ടതാണ്. ഉണ്ടെങ്കിൽ അതും പ്രശ്നം തന്നെ. പക്ഷേ അല്ലെങ്കിൽ
ഇത്തരത്തിലൊരു വ്യക്തി പെട്ടെന്ന് അങ്ങ് അപ്രത്യക്ഷനായി കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ സംവിധാനങ്ങൾ ചെയ്യേണ്ടതെന്നും എന്താണ് നമ്മുടെ സംവിധാനങ്ങൾ ചെയ്തത് എന്നും ആലോചിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യത്തിൽ നമുക്ക് ഒരു വ്യക്തി അപ്രത്യക്ഷമാവുന്നു, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സ്വത്ത് മറച്ചു വയ്ക്കാൻ ഒരാൾ ശ്രമിക്കുക, അതിലൊന്നും വലിയ അന്വേഷണം വരുന്നില്ലെന്ന് വെച്ചാൽ നമ്മൾ എന്താ കരുതേണ്ടത്? അതോടൊപ്പം തന്നെയാണ് ഇദ്ദേഹത്തിന് മറ്റ് അല്ല, ഡോക്ടറെ ഞാൻ ഇടപെട്ടത് അതൊരു പ്രത്യേക ഒരു കാറ്റഗറിയാണ്. ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകൾ, അങ്ങനെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകൾ, അങ്ങനെ ഒരു ഷെൽട്ടർ വേണമെന്ന് തോന്നുന്ന സ്ത്രീകളെ തെരഞ്ഞു പിടിച്ച് അത് ഒറ്റയ്ക്ക് ഒരാൾക്കത് നടക്കുന്ന കാര്യമാണോ? ഇത് വലിയ തുകകളൊക്കെ ബാങ്കിലുണ്ടായിരുന്നു, ഇതൊക്കെ ബെനാമി അക്കൗണ്ടുകളിൽ കൂടിയാണ് ചെലവിട്ടത്. ഒരു കൃത്യമായിട്ടുള്ള ഒരു സംഘം ഇതിന് പിറകിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ലേ? അല്ല, ഒരു സംഘമാണ് എന്നുണ്ടെങ്കിൽ ആ സംഘത്തിൽ ഉള്ള ആൾക്കാർ ഇദ്ദേഹത്തിന് ഇരകളെ കൊടുക്കുകയോ അല്ലെങ്കിൽ ഇപ്പം സ്വത്ത് പാകം വയ്ക്കുന്നതിലോ വീതം വയ്ക്കുന്നതിലോ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ അങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യത. ഞാൻ മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹത്തിൻ്റെ 2 ബാങ്ക് അക്കൗണ്ടുകളിൽ തന്നെ ഏകദേശം ഒരു 1.5 കോടി രൂപയോളമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഒരു വളർച്ച ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാലും അദ്ദേഹത്തിൻ്റെ ആ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും ഒരു ഡ്രൈവിങ്ങിന് ഇദ്ദേഹം ഡ്രൈവറായി ജോലി ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. നോക്കൂ, ഇദ്ദേഹം ഡ്രൈവറായി ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇദ്ദേഹത്തിൻ്റെ പുറത്ത് കേസുകളുണ്ടായി. കാരണം ഇത്രത്തോളം ഒരു വ്യക്തിത്വ വൈകല്യം അല്ലെങ്കിൽ മാനസിക വൈകല്യമുള്ള ഒരാൾക്ക് ഒരിക്കലും ഒരു വാഹനമൊന്നും നേരെ ചൊവ്വേ ഓടിക്കാൻ സാധിക്കില്ല. നമ്മൾ കാണുന്നുണ്ടല്ലോ, നമ്മൾ തന്നെ റോഡിലിറങ്ങുമ്പോൾ ചില ആൾക്കാർ നമ്മളെ ഇപ്പം എനിക്ക് തന്നെ വ്യക്തിപരമായി ഇന്നലെ ഉണ്ടായ അനുഭവം, ഞാനൊരു വാഹനം വളച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ മുന്നിൽ വന്ന് നിർത്തിയ ഒരു KSRTC അദ്ദേഹം വഴിയുടെ ഒരു പകുതി ഭാഗത്തു നിന്ന് ക്രോസ് ചെയ്തിട്ട് എന്താണ് ഇതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് നിൻ്റെ കാര്യം ഇപ്പോൾ തീരുമാനമായനെ. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഉണ്ട്. ഇന്നലെ എനിക്ക് സംഭവിച്ച വ്യക്തിപരമായ അനുഭവം ഞാൻ, അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇത്തരം ആൾക്കാരെ ഫലപ്രദമായി ഉപയോഗിക്കുന്ന ഒരു ക്രിമിനൽ ഗ്യാങ് ആണോ, അതോ ഇദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന വ്യക്തിത്വ വൈകല്യം കൊണ്ടോ അല്ലെങ്കിൽ നാം ഈ പറയുന്ന പ്രശ്നം കൊണ്ടോ കൃത്യമായി മറച്ചു പിടിക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. അവിടെ നമ്മുടെ സംവിധാനങ്ങളുടെ ഒരു താല്പര്യക്കുറവുമുണ്ട്. കാരണം ഇത്തരത്തിൽ ചെന്ന് കഴിയുമ്പോൾ, ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് കഴിയുമ്പോൾ എനിക്കൊന്നും അറിയില്ലെന്നോ എനിക്കൊന്നും സംഭവിക്കുന്നില്ലെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പ്രാഥമികമായി നമ്മുടെ സംവിധാനം വിശ്വസിക്കുകയാണോ, അവരുടെ പുറത്തുള്ള തുടരന്വേഷണം ഉൾപ്പെടെ നടത്തുന്നില്ല എന്നുള്ള വലിയൊരു പ്രശ്നവുമുണ്ട്. അപ്പം എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വീടും പരിസരവും തന്നെ വളരെ നമുക്കറിയാം, അതിൻ്റെ ഒരു പാറ്റേണൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം കുളത്തിലൊക്കെ ഈ മാംസം തിന്നുന്ന മീനുകളുമൊക്കെ ഉള്ളതെന്ന് പറഞ്ഞ് ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരു 2-2.5 ഏക്കർ പറമ്പ് കേരളം പോലുള്ള സ്ഥലത്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കട്ടെ, സാമൂഹികമായി ഇത്രത്തോളം ഇഴയെടുപ്പമൊക്കെ ഉണ്ട്, അതും കുറച്ചുകൂടി ആൾക്കാർ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന ഒരു സ്ഥലവുമാണെന്ന് പറയുന്നിടത്ത് ഒരു 2.5 ഏക്കർ പറമ്പ് ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നു. അവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നു. ഇപ്പോൾ തന്നെ പലയിടത്തും പറമ്പ് കാട് പിടിച്ച് കിടന്നു കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ടത് ക്ലീൻ ചെയ്യാനുള്ള സ്റ്റെപ്പെങ്കിലും നാട്ടുകാരെടുക്കുന്നുണ്ട്. ഇതൊന്നും നാട്ടുകാരെടുക്കാതെ ഇദ്ദേഹം ഇങ്ങനെ തികച്ചും ഒറ്റപ്പെട്ട ഒരാളായി ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തെ ഇങ്ങനെ ജീവിക്കാൻ വിട്ട സമൂഹവും സംവിധാനവും ഒപ്പം കുറ്റവാളികളാണ്. യഥാർത്ഥത്തിൽ നമ്മളോട് തന്നെ ചോദിക്കേണ്ടതാണ്, നമ്മൾ എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളത്. ആദ്യത്തെ കേസിൽ പോലീസ് അന്വേഷിക്കുന്നതിൽ അനാസ്ഥ ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് പിന്നെ അറിയാമായിരിക്കും. അങ്ങനെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അനാസ്ഥ ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കണം. പക്ഷേ അതോടൊപ്പം തന്നെ സമൂഹം എന്ന രീതിയിൽ നാം ഇയാളെ സംരക്ഷിച്ച് പിടിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഇയാൾക്കെതിരെ ഒരു ചെറുവിൽ നനക്കിയില്ല എന്ന് നമുക്ക് ശരിയാണ്. തീർച്ചയായിട്ടും ഇനിയും അന്വേഷണം നടക്കുകയാണ്. ഇത് ഈ 4-ൽ നിൽക്കുമോ, അതിൽ കൂടുതൽ ഈ കാണാതായ സ്ത്രീകൾ സംബന്ധിച്ചുള്ള പരാതികളൊക്കെ വീണ്ടും പരിശോധിച്ചുകൊണ്ടേയിരിക്കുകയാണ് അന്വേഷണ സംഘം. തിരികെ എത്താം അതിഥികൾ, തുടരുക ചെറിയ ഇടവേള.